കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം തൂകിയ ഒരു കമ്പനിയാണ് ഫിജി കാർഡ് എന്ന് പറഞ്ഞ കമ്പനി. വരുന്ന വർഷങ്ങൾ ഒരുപാട് കുടുംബങ്ങളിൽ വലിയ പുത്തൻ വെളിച്ചം തൂകാൻ പറ്റുന്ന പുതിയ തീരുമാനങ്ങളുമായി, ഒരുപാട് സന്ദേശങ്ങളുമായി, നമ്മളെല്ലാം ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുമായി നമ്മുടെ 4ാമത്തെ വാർഷികം അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഈ ഒരു മണ്ണിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നെ മാത്രമല്ല ഒരുപാട് കുടുംബത്തിനെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കമ്പനി 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളിലേക്ക്, എനിക്ക് തോന്നുന്നു 8,30,000-ത്തിലധികം ആളുകളിലേക്ക് ഈ ബിസിനസ് വളർന്നു പന്തലിച്ചു. ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് വളർന്നു പന്തലിച്ചു. അതേ സമയത്തോളം കൊറോണ സമയത്ത് തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഈ ബിസിനസ് വരികയും അവരവരുടെ വീടുകളിലേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകത്തിലേക്ക് എത്താനും ഈ കമ്പനിയോട് സാധിച്ചു എന്നുള്ളതാണ്. സോ ये कंपनी 2018 में चालू करने के टाइम, शुरू करने के टाइम लोग बहुत शक से देख रहा था, डाउट से देख रहा था ये कहाँ तक पहुँचेगा. लेकिन मुझे तो पूरा यकीन था क्योंकि ये चलाने वाला, इसका मैनेजमेंट स्ट्रांग मैनेजमेंट है. उसमें स्पेशली बोलता हूँ, उसमें भाभी चमन हो. $1 കോടി മേലെ കിട്ടിയ 100ഓളം പേര് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അതിനേക്കാളുപരി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ ആയിരക്കണക്കിന് ആൾക്കാർ. എനിക്ക് തോന്നുന്നത് 6,80,000-ഓളം വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. 250-ൽ കൂടുതൽ വേക്കൻ സ്റ്റാഫിന് ഫിജി കാർഡ് ഉണ്ട്. That quality of life, these 280 people who are sitting here, I think with the management, with all the respect, I can say that, this quality of life came to your life because of Fiji Card. It's because of the company. The company means you, me, and the management. Hello. Hi. Love you. ഈ 4ാമത്തെ ആനിവേഴ്സറി എത്തി നിൽക്കുമ്പോൾ, നിങ്ങൾക്കൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വികാരമാണ് എനിക്കുള്ളത്. എങ്ങനെ പറയുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം 280ഓളം പേരാണ് ഇവിടെ ഉള്ളത്, ലീഡേഴ്സ്. ഇന്ന് എന്തായാലും ഉറപ്പാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ അടി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. 4th ആനിവേഴ്സറി ഇതൊക്കെ അവിടെ കാണുമല്ലോ, വീഡിയോ കാണുമ്പോൾ ഇന്ന് വരെ ഞങ്ങളുടെ വെൽഡിങ് ആനിവേഴ്സറിക്ക് ഇന്ന് വരെ പോയിട്ടില്ല. ആ ആളാണ് ഇവിടെ വന്നിട്ട് 4th ആനിവേഴ്സറിക്ക് വന്ന് നിൽക്കുകയാണ്. പിന്നെ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്, ഫിജി കാർഡിനെ കുറിച്ചൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്, വാട്സപ്പിൽ ചുരുക്കം ചിലവരായിട്ട് സംസാരിക്കാറുണ്ട്. പലരുടെയും ഒരു അഹങ്കാരം എടുത്തു പറയാൻ അധികം പേർക്കും പറയാനില്ലാത്തത്, ലാസ്റ്റ് ടൈം 256 കോടി രൂപയാണ് അഫിലിയേറ്റ്സിന് കൊടുത്തിട്ടുള്ളത്. 100-ലധികം പേർക്ക് 1 കോടി രൂപ വീതം കൊടുത്തിട്ടുണ്ട്. 1000-ൽ പരം, ആയിരക്കണക്കിന് പേർക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജും നമ്മുടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്ത ഒറ്റ അർത്ഥമുണ്ട്. എന്താ പറയുക? ഫിജി കാർഡ് ഈസ് ഫോക്കസിംഗ് ദ ഡെപ്ത് ഓഫ് ദ മാർക്കറ്റ്. നമ്മുടെ 2025-ലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 5000 കോടിയാണ് നമ്മൾ എയിം ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ടീമുകളിലേക്കും ലൈഫിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തു തന്ന ഒരു വലിയ ഒരു ഫിലിം തന്നെയാണ് ഫിജി കാർഡ്. എമറാൻ മോഡൽ ആദ്യമായിട്ടൊരു പ്രോഗ്രാം നടത്തുകയും ആ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് തന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ താങ്കൾ പെരുന്നാളായിരുന്നു പ്രോഗ്രാമുകളുടെ. ഞാൻ പറഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ്. ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5000 കോടി ടേൺ ഓവർ ഈ കമ്പനി ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം
പച്ചയായ ഒരു ഗ്രേറ്റ് പേഴ്സണോടൊപ്പം ബിസിനസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ മിസ് ചെയ്തത് നമ്മൾ അതുകൊണ്ട് ഫിജി കാർഡ് തുടങ്ങുന്ന തീരുമാനം. ഡിഫൈൻ ഫിജി കാർഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. നമ്മൾ പല മീറ്റിങ്ങുകളിലും അഭിമുഖീകരിച്ച് സംസാരിച്ചു വരുന്ന സമയത്ത് അല്ലേ, ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തായിരിക്കും പറയുക, ഫ്രം ഫിജി കാർഡ്. ആ ഫ്രം ഫിജി കാർഡിൽ നിന്ന് നമ്മുടെ ആയുസ് മുഴുവൻ പറയാൻ നമുക്ക് സാധിക്കും. എൻ്റെ ഒപ്പം വന്ന ഒരാൾ എൻ്റെ പിന്നെ ടീമിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ല സാറേ നിങ്ങൾ ഈ ഷൂട്ട് കൂട്ടിട്ട് ഇതിനാണ് പിന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടി ഈ ചെയർ കൊണ്ട് കൊടുക്കുന്നു ചോദിച്ചു. അന്ന് ഞാൻ അവരോട് 2 വർഷം മുമ്പ് പറഞ്ഞ അവരോട് ഇങ്ങനെയാണ്, ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ടുവന്ന ഈ ചെയർ ആർക്കെങ്കിലും ഇരിക്കാൻ വേണ്ടിയല്ല, ഇപ്പൊ ചിലപ്പോൾ അതിൽ ആരെങ്കിലും ഒക്കെ ഇരിക്കായിരിക്കും. ഒരു അടുത്തൊരു മീറ്റിംഗ് വരുന്ന സമയത്ത് അതേ ചെയറിൽ ഞാൻ ഇരിക്കുന്നു. ഇന്ന് ഇവിടെ ഇന്ന് ഈ 24 വയസ്സുകാരനെ മുകളിൽ കയറിയത് ഏകദേശം 3.25 കോടി രൂപയാണ്. അതൊന്നും എന്റെ കഴിവല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ 22 വയസ്സിനുള്ളിൽ ഒരു ഇന്നറെങ്കിലും സത്യമായിട്ട് പറയായിരുന്നു. അതും വളരെ വീട്ടുകാർ വേണ്ടതാണ്. ഉള്ള കാര്യം പറയുന്നതിന് ഒരു മടിയുമില്ല. ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നതിന് ശേഷം എൻ്റെ ആ ഒരു സ്വപ്നം തന്നെ ഒരു ജീപ്പ് കോമ്പസ് എന്ന് പറഞ്ഞ അന്ന് ഞാൻ എന്താ പറയുക കയറാൻ ആഗ്രഹിച്ചൊരു വാഹനം സ്വന്തമായിട്ട് എനിക്ക് ഇതിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള പാർട്ട് ടൈം ജോബാണ്, 2 വർഷം മുമ്പ് കിട്ടിയിട്ടുള്ള പാർട്ട് ടൈം ജോബാണ് എന്നെ സംബന്ധിച്ച് ഫിജി കാർഡ്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള ഫിജി കാർഡിന്റെ കൂടെയാണെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. ഒരു ബിസിനസ് ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് കുറച്ച് സമയമെടുക്കാം. ആ തൊഴിഞ്ഞു പോക്കലിൽ പിടിച്ചു നിൽക്കാൻ